കേരളത്തിൽ മാത്രമാണ് ഭായ് ഭായ് അല്ലാത്തത് അല്ലേ? ഇവിടെ പോരടിക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ ഇതിനപ്പുറത്ത് വാളയാറിനപ്പുറത്ത് നിങ്ങൾ തൊഴിൽ കയറ്റുക. ഞാനൊരു കാര്യം സംഗതി വ്യക്തമാക്കി പറയാം. രണ്ട് ഏകാധിപതികൾക്കെതിരായ മത്സരമാണ് കേരളത്തിൽ UDFന്റെ അല്ലെങ്കിൽ കേരളത്തിലെ UDF മുന്നോട്ട് വെക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ഒന്ന്, സംഘപരിവാർ ഏകാധിപതിയായ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി. മറ്റൊന്ന്, കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഈ രണ്ടാളുകളും ഈ രാജ്യത്തിന് അപകടകരമാണ്. നാട്ടിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ചേട്ടാ എത്ര അസ്വസ്ഥനാകുന്നത്? അസ്വസ്ഥനമാണോ? വേണ്ടല്ലോ. ഈ രണ്ട് ഏകാധിപതികളും ഈ രാജ്യത്തിൻ്റെ അപകടകാരികളാണ്. ഒന്ന്, നേരത്തെ അവർ പറഞ്ഞു മോഡിയുടെ ഗ്യാരണ്ടി. എന്താ മോഡിയുടെ ഗ്യാരണ്ടി? ആരാ മോഡി? നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ഗ്യാരണ്ടിയാണ്. അത് കൊടുക്കാൻ ആർക്കാണ് ഇവിടെ കഴിയുക എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. ആ ഗ്യാരണ്ടിയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. എന്താ സംശയം? രാഹുൽ ഗാന്ധി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. എന്താ സംശയം? നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടോ അതിൽ? ഇന്ത്യയിലെ ജനതയെ, ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ, പുതിയ കാലത്ത് ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ് ഏറ്റവും പരമയോഗ്യൻ. മണ്ഡലത്തിൽ കാണുന്നില്ല. ആര് പറഞ്ഞു? മണ്ഡലത്തിൽ നമ്മൾ വാരാണസിയിൽ നരേന്ദ്രമോദി എപ്പോഴും കാണാം. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യ മുന്നണി ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചിട്ടില്ല. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. ഈ ഏകാധിപതിയുടെ കാര്യം പറയുമ്പോഴേ രണ്ടാമത്തെ തവണ ഇത് പറയും. അദ്ദേഹം ചോദിച്ചത് ഈ ഗ്യാരണ്ടി കൊടുക്കാൻ മോദി ആരാന്നാ ചോദിച്ചത്. അതും കൂടി ഞാൻ പറയാം. ഈ ഏകാധിപതിയുടെ കാര്യമാണ് പറഞ്ഞത്. ഈ ഏകാധിപതി എന്നും ഈ പറഞ്ഞതുപോലെയുള്ള ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴേ നമ്മുടെ രാജ്യം ഏകാധിപത്യത്തിന്റെ സ്വതന്ത്ര ഭാരതം അതിന്റെ പീഡനവും യാതന അനുഭവിച്ച ഒരു നാളുണ്ട്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഇന്ത്യ ഈസ് ഇന്ദിര എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ കാടൻ ഭരണമാണ്. അതിന്റെ ഓർമ്മകളാണ് നിങ്ങൾക്കുള്ളത്. അന്നില്ലാത്ത ഏകാധിപത്യത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്ക് 3 സീറ്റുണ്ട്, 40 സീറ്റ് തേച്ച് UDFന് UPAക്ക് ഇല്ല. ഇവർക്ക് 3 സീറ്റുണ്ട്. ഇതുകൊണ്ട് ഒന്നും ചെയ്യാതെ ആവുമ്പോ നിങ്ങളെല്ലാം കൂടി വാവിട്ട് കരഞ്ഞ് ഏകാധിപത്യാണ് ജനങ്ങൾ വോട്ട് ചെയ്ത. അല്ല മാഷ പറയരുത്. ഞാൻ മാഷ് പറഞ്ഞപ്പോ പറഞ്ഞിട്ടില്ല, പറയാൻ സമ്മതിക്കും. അത് മര്യാദയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങള് ഏകാധിപത്യത്തെ കുറിച്ച് പറയുന്നു. അതേ സമയത്ത് വോട്ട് മൃഗീയമായി ജനങ്ങൾ പിന്തുണ 2 ലക്ഷം ഈട്ടിക്ക് തന്നപ്പോ അത് ജനപിന്തുണ. 350 സീറ്റ് നൽകിക്കൊണ്ട് ഇത്തവണ 400 സീറ്റോളം ലഭിക്കുമെന്ന് നമ്മുടെ NDAയുടെ നേതൃത്വം പറയുമ്പോൾ അത്രയും സീറ്റ് കിട്ടുമ്പോൾ അതെങ്ങനെയാ നിങ്ങൾ ഏകാധിപത്യവും ജനാധിപത്യ വിരുദ്ധമാവുന്നത്? അവിടെ എന്തിനാണ് നിങ്ങൾ അസഹിഷ്ണുതരാവുന്നത്? നിങ്ങൾ ഇവിടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ അത് ജനാധിപത്യവും, നരേന്ദ്രമോദി ജയിക്കും അതില്ല എന്ന് പറഞ്ഞു. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി ഞാൻ പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞേക്കാം, അവസാനിപ്പിക്കാം, പേടിക്കേണ്ട, അവസാനിപ്പിക്കാം, നീട്ടുന്നില്ല. മോദിയുടെ ഗ്യാരണ്ടി കുടിവെള്ളം ജനങ്ങൾക്കെത്താത്ത 4,42,000 ഗ്രാമങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നത്. പേരൊടുങ്ങാത്ത നെഹ്റു കുടുംബത്തിന്റെ കുടുംബ വാഴ്ച രാജ്യത്തുണ്ടായിട്ട് എന്താ സംഭവിച്ചത്? നമ്മൾ കൊടുക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ കുടിവെള്ളത്തിലെ പൈപ്പ് ഇടുന്നത് പറയുമ്പോ തടയരുത്. നിങ്ങൾക്ക് വികസനം പറയാനില്ല, ഞങ്ങൾ വികസനം പറയുമ്പോ തടയരുത്, തടസ്സപ്പെടുത്തരുത്. വികസനം അത് പറയട്ടെ, അതും ഞാൻ പറയാം. നിങ്ങൾക്ക് ഈ കക്കൂസിനെ കുറിച്ച് തോന്നാത്തതേ, ഉത്തരേന്ത്യയിലെ ഈ കോൺഗ്രസിന്റെ കാടൻ ഭരണത്തിലെ ഗ്രാമങ്ങളിൽ ഒന്നിനോത്രാൻ വന്ന പെണ്ണുങ്ങളെ, സ്ത്രീകളെ, പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ട് വെളിക്ക് പോകേണ്ട അമ്മമാർക്ക് അവർക്കൊരു കക്കൂസ് ഉണ്ടാവാൻ ആത്മാഭിമാനം ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാവില്ല, കാരണം നിങ്ങൾ അവിടെ ഇല്ല. നിങ്ങൾ ഈ മലപ്പുറത്ത് ഈ കേരളത്തിലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് സ്ത്രീകളുടെ അഭിമാനത്തെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്. സ്ത്രീകളുടെ അഭിമാനത്തെ വെളിയുടെ വിസർജനം നടത്തേണ്ട, വെളിയുടെ വിസർജനം വിമുക്തമാക്കിയപ്പോ കേന്ദ്രം നൽകിയ പണം വാങ്ങി കക്കൂസിന് പണം കൊടുത്ത പിണറായി വിജയൻ